നമസ്കാരം. കേരളത്തിലെ മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മഹാഭൂരിപക്ഷമുണ്ട്. സാമൂഹ്യനീതിയും സമത്വവും നിഷേധിക്കപ്പെട്ട അത്തരം ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് തിരുവനന്തപുരം ജില്ലയുടെ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്കൊടുവിൽ നീതി നിഷേധങ്ങളെ വിലയിരുത്തേണ്ടതും നമ്മളാണ്. അതിപുരാതനമായ ചരിത്ര പശ്ചാത്തലമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല കൂടിയാണ്. 1745 മുതൽ 1949 വരെ തിരുവിതാംകൂറിൻ്റെയും 1949 മുതൽ 1956 വരെ തിരുക്കൊച്ചിയുടെയും തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരം പിന്നീട് കേരള സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനമായി മാറുകയായിരുന്നു. ലോകസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച കോവളം ഉൾപ്പെടെയുള്ള കടൽ തീരങ്ങൾ ഈ തലസ്ഥാന നഗരത്തിന്റെ ആകർഷണങ്ങളാണ്. കേരളത്തിന്റെ വികസന മുഖത്തിന് പുത്തൻ വർണ്ണങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതും ഈ തലസ്ഥാന ജില്ലയിലാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള തിരുവനന്തപുരം ജില്ല കൈത്തറി മേഖലയിലും പെരുമ നേടിയ ജില്ലയാണ്. ജനാധിപത്യത്തിന്റെ ഓരോ നാഴികക്കല്ലും ചരിത്രമായി നെഞ്ചിലേറ്റുന്ന ഈ നഗരത്തിന്റെ വഴികളിൽ ഇന്ന് നിറയുന്നത് നീതി തേടിയെത്തുന്നവരുടെ കൂട്ടങ്ങളാണ്. അവഗണിക്കപ്പെടുന്ന ഓരോ വിഭാഗവും നീതി തേടി ഇടം പിടിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ ഈ വഴികളിലാണ്. നിരവധി പ്രതീകാത്മക സമരങ്ങൾക്ക് പേരുകേട്ടിട്ടുള്ള ഇവിടം സാമൂഹ്യനീതി തേടുന്നവന്റെ അഭയസ്ഥാനമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. സാമൂഹ്യനീതി തേടി 14 ജില്ലകളിൽ നിന്നും എത്തുന്നവർ പതിവ് കാഴ്ചകളായി മാറിയ ചരിത്രം കൂടി ഈ നഗരത്തിന് പറയാനുണ്ട്. വർണ്ണങ്ങൾ കാത്തുവയ്ക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നിറം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് ജലസമാധി പ്രവചിച്ച ദീർഘവീക്ഷണങ്ങൾക്ക് മുന്നിൽ ജലസമാധി ഭയക്കുന്ന നിസ്സഹായരായ കുറെ മനുഷ്യരുടെ ജീവിതങ്ങൾ ബാക്കി വയ്ക്കുകയാണ്. ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വീടുകൾ പറയുക പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുറെ മനുഷ്യരുടെ കഥകളാണ്. ഒരു കാലത്ത് നല്ല കരഭൂമിയായിരുന്ന ഈ സ്ഥലങ്ങൾ കാലക്രമത്തിൽ വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീവരാഹം, മുട്ടത്തറ, പെരുന്താനി, മണർക്കാട് തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളത്തിന്റെ അപ്രവചനാതീതമായ പ്രതിഭാസത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ്. അശാസ്ത്രീയമായ നഗരവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങളാണ് ഇന്ന് ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്നത്. ഭൂമിയും വീടും വെള്ളത്തിലാകുന്നതിനാൽ ഇവിടം വിട്ടു പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വെള്ളം കെട്ടി മലിനമായി തീർന്ന ഭൂമിയിൽ നെടുവീർപ്പുകളോടെ ജീവിക്കുന്ന ശൈലജ എന്ന ഈ സ്ത്രീക്ക് പറയാനുള്ളതും ദുരിതങ്ങളുടെ കഥകൾ മാത്രമാണ്. ഞങ്ങൾ വർഷം കൊണ്ട് ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ വെള്ളം പണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന് കിടന്ന് വറ്റുമായിരുന്നു. ഇപ്പോൾ വറ്റയില്ല, പോവയിൽ ഈ കിടക്കുകയാണ്. പിന്നെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഈ മതിൽ ചാടിയൊക്കെയാണ് പോണതും വരണതും. പിന്നെ ഭയങ്കര കൊതുവിൻ്റെ ശല്യം കൊണ്ട് നിവൃത്തിയില്ല. ഇവിടെ ഭയങ്കര ചർക്കലാണ്. ഇങ്ങനെ കിടക്കണുണ്ടല്ലോ വെള്ളം കെട്ടി. എന്ത് ചെയ്യാൻ പറ്റും? വോട്ടിന് ഇലക്ഷന് പറഞ്ഞവർ പറയാം അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം. പക്ഷെ ആരും ഒന്നും ചെയ്യണമില്ല. പിന്നെ വോട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങോട്ട് തിരിഞ്ഞോടി നോക്കൂല. നടപ്പാത വെള്ളത്തിനടിയിലായതിനാൽ മതിൽ ചാടി കടന്നു വേണം സുശീലയ്ക്കും കുടുംബത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വീടിന് പുറത്തു പോകാൻ. കേവലം സുശീലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ ദുരിതങ്ങൾ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പെരുകുന്ന കൊതുകിനോടും വിടാതെ പിന്തുടരുന്ന രോഗത്തിനോടും പൊരുതിത്തളർന്ന നാരായണന്റെ ജീവിതം അവഗണിക്കപ്പെട്ട് കിടക്കുന്നതും തിരുവനന്തപുരത്തിനോട് ചേർന്ന ശ്രീവരാഹത്താണെന്ന കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. കഷ്ടതകൾ മാത്രം കൂട്ടിനുള്ള വൃത്തിയില്ലാത്ത ഭൂമിയിൽ നാരായണനും ഭാര്യ ശാരദയും ഭയക്കുന്നത് ജലസമാധി തന്നെയാണ്. ഈ വെള്ളത്തിന് നീന്തി ഇപ്പം 10-15 ദിവസം വരെ ആശുപത്രി കിടന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ. ഇതിനേക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് ചെയ്ത് തന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് വീട് അത്രയും വെള്ളം, വെളി അത്രയും വെള്ളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനോ കയറാനോ ഒന്നിനും വയ്യ. വെള്ളത്തിൽ ഇപ്പം ജനനാശുപത്രി ഇതാ തുണ്ട് വിരിക്കണമെങ്കിൽ തരാം. ഇപ്പം പേര് വെട്ടി വന്നതേ ഉള്ളൂ. ഞാൻ തനിപ്പേര് കിടന്നത് ഈ വെള്ളം ലാക്കിയത് മുറിക്കകത്ത് വെള്ളം, വെളിയിലും വെള്ളം എന്ന് വെച്ചാൽ അപ്പുറം വീടുകൾ വന്നപ്പോൾ നമുക്കുള്ള കുഴിയിലായിപ്പോയി. നമുക്കൊട്ട് നിവൃത്തിയില്ല മണ്ണടിച്ചിട്ട് നിർത്താനും. ഒരു കിളവ് വയ്യ അടക്കണം, ഞാനും വയ്യ അടക്കണം. ആരും മണ്ണിടും? തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലെ ശ്രീവരാഹത്തുള്ള ഈ ജീവിതങ്ങൾ ഒരു ഭരണകൂടത്തിന്റെയും കണ്ണിൽപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പാർവതി പുത്തനാറിലേക്ക് പോകേണ്ട വെള്ളമാണ് സ്രോതസ്സുകളെല്ലാം അടഞ്ഞ് ഈ മണ്ണിന്റെ ശാപമായി ഇന്നു മാറിയിരിക്കുന്നത്. ശ്രീവരാഹം, മുട്ടത്തറ, മണക്കാട് എന്നീ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഈ പ്രദേശങ്ങൾ ഒരു കാലത്ത് വളരെ സുന്ദരമായ പ്രദേശങ്ങളായിരുന്നു. ഇന്ന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇന്ന് ഈ പ്രദേശത്ത്
വളരെ കരഭൂമിയായിരുന്ന പ്രദേശങ്ങളെല്ലാം ഇന്ന് വെള്ളത്തിൻ്റെ അടിയിൽ ആയിക്കൊണ്ടിരിക്കേണ്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളിലെ ജലവും ഒഴുകിക്കൊണ്ടിരുന്നത്, മഴവെള്ളം കംപ്ലീറ്റ് ഒഴുകിക്കൊണ്ടിരുന്നത് ഈ പാർവതി പുത്തനാറിലേക്കാണ്. ഇന്ന് പാർവതി പുത്തനാറിൽ ടണ്ണ് കണക്കിന് മാലിന്യങ്ങൾ വന്ന് വീഴുന്നത് കാരണം അതിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ ഭാഗത്തുള്ള വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ഭാഗത്ത് ജനങ്ങൾ ജീവിക്കുന്ന മേഖല വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുക. ഇതിന് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി നമ്മളെ സർക്കാരോ ആരെങ്കിലും ഈ വിഷയം കണ്ടില്ലെങ്കിൽ നാളെ ഈ മേഖലകളിലുള്ള വളരെ പാവപ്പെട്ട താമസക്കാർക്ക് അതൊന്നും താമസിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ പാർവതി പുത്തനാർ എന്ന് പറഞ്ഞ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ എല്ലാം ജീവിതം ആശ്രയിച്ചിരുന്ന ഈ മഹാനദിയിലേക്ക് മാലിന്യം ഒഴുക്കാതിരിക്കുക, മാലിന്യം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുക, ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് മാലിന്യം വേർതിരിച്ച് ഡയറക്റ്റായിട്ട് കടലിലേക്ക് ആ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുക. ഇതേപോലെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണം ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ മേഖലകൾ അടുത്ത് വരുന്ന സമയത്ത് തന്നെ ആർക്കും താമസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി ആർക്കും താമസിക്കാൻ പറ്റാത്ത, ഇതുവഴി ഗതാഗതം ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക്, അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പനി അതേപോലത്തെ മാരക അസുഖങ്ങൾ പിടിക്കുന്ന സ്റ്റേജിലേക്ക് മാറുകയാണ്. ഇതൊന്നും ആരും കാണുന്നില്ല. ഒരു ഭരണകൂടങ്ങളും ഇത് കാണാതെ ഈ ജനങ്ങളെ അസുഖത്തിൻ്റെയും ഈ വെള്ളത്തിൻ്റെ കെടുതിയിലേക്ക് തള്ളിവിടുകയാണ്. ഇത് വലിയ മാനുഷിക പ്രശ്നങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വാണിജ്യ സംബന്ധമായി സ്ഥിരം ഉപയോഗിക്കപ്പെട്ടിരുന്ന ജലപാതയായിരുന്നു ഇവിടം. കുടിവെള്ളത്തിനായി പോലും ആശ്രയിച്ചിരുന്ന മാലിന്യമില്ലാത്ത പാർവതി പുത്തനാറിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദുഃഖകരമാണ്. പാർവതി പുത്തനാറിലേക്ക് വന്നുചേരുന്ന തെക്കനംകര ഓട എന്നറിയപ്പെടുന്ന കരിയൽ തോടിന്റെ മാലിന്യ രൂക്ഷത തന്നെയാണ് പാർവതി പുത്തനാറിലും പ്രതിഫലിക്കുന്നത്. പുകഴ്പെറ്റ നമ്മുടെ തലസ്ഥാനത്തിന്റെ ചുറ്റുവട്ടത്തു താമസിക്കുന്ന നിസ്സഹായരായ ഈ മനുഷ്യർ നീതിക്കു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനി എന്ത് പ്രതീകാത്മക സമരമാണ് ചെയ്യേണ്ടത്? പേപ്പാറ ഡാമിനു വേണ്ടി തലമുറകളുടെ സ്വപ്നങ്ങൾ ബലികഴിച്ചവരുടെ കഥയാണ് വനത്തിനുള്ളിലുള്ള ഈ പൊടിയാക്കാല ആദിവാസി കോളനി നമുക്ക് പറഞ്ഞു തരിക. പേപ്പാറ ഡാമിനു വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് കുടിയൊഴിപ്പിച്ച 50 ആദിവാസി കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ഈ കാനന ഭൂമിയിലാണ്. ഭൂമി സംബന്ധമായ യാതൊരുവിധ അവകാശ രേഖകളുമില്ലാതെ അഭയാർത്ഥികളെ പോലെ വർഷങ്ങളായി ഇവർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളെ പഴയ കാലങ്ങളിൽ നമ്മളെ മാറിപ്പോയ സ്ഥലങ്ങളിൽ ഒക്കെ ജീവിച്ച നല്ല രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് 2 പിള്ളേരുണ്ട്, അതിനെ പഠിപ്പിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായി വരാണ്. അപ്പോൾ അത് വരുത്തിയത് വാട്ടർ അതോറിറ്റി സർക്കാരാണ്. കാരണം ഞങ്ങൾ നേരത്തെ കാലങ്ങളിലൊക്കെ ഉള്ള പിള്ളേർ അവിടെ നിന്ന് പഠിച്ചപ്പോൾ മരുതാമല, ബിദിര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു. ഇവിടെ ഞങ്ങളെ ഈ പൊടിയേക്കല എന്ന് പറഞ്ഞൊരു ആനശല്യമുള്ള ഒറ്റപ്പെട്ട കാട്ടിക്കൊണ്ടിട്ടിട്ട് ഇവർക്ക് ഞങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴായിക്കൊണ്ട് വരുന്നത്. കാര്യത ഇപ്പോൾ ഡാമിൽ വെള്ളം 6-7 മാസത്തോളമായി വെള്ളം കൂടിക്കൂടി വരുന്നു. അത് ഡ്രൈവർ വകുപ്പിൽ നിന്ന് എങ്ങനെയോ നമുക്ക് ബസ് വിട്ട്, ആ ബസ് തന്നെ ഇനി വരാൻ അവർ തന്നെ പറയാണ് ഇനിങ്ങോട്ട് ബസ് വരാൻ പറ്റൂല. കാര്യം ഡാമിലെ വെള്ളം നിരന്തരം കൂടിക്കൊണ്ട് പൊങ്ങി വരെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ വിദ്യാഭ്യാസവും പോവും, ഞങ്ങളെ പിള്ളേരെ വിദ്യാഭ്യാസം പോവും. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആശുപത്രി കേസിന് പോകാനോ അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിന് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് നല്ലൊരു തീരുമാനം ഞങ്ങൾക്ക് അത് കണ്ടെത്തി തരണം. തരാതെ നമുക്ക് ഈ സെറ്റിൽമെൻറ്റ് കിടന്ന് ജീവിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് എല്ലാ കോലത്തിനും ഞങ്ങൾ കേൾക്കുന്നു, അതുപോലെ ഞങ്ങൾ ചെയ്തും കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പോർഷ് വകുപ്പ് 2 ഏരിയ തിരിച്ചാണ് ഇവിടെയുള്ള പോകും. വാട്ടർ അതോറിറ്റിക്കാർ ഇപ്പോൾ വെള്ളം കയറ്റി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട പദ്ധതി. പോർഷുകാർ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഒരു കൂലിപ്പണി ഞങ്ങൾക്ക് തരാതാണ്ടും EDC പ്രവർത്തനമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനം ഉണ്ടാക്കി ഞങ്ങൾ അതിൽ നിന്നും നായരും വായിക്കാനുള്ള കഴിവ് ഞങ്ങളെ സെറ്റിൽമെൻറ്റ് കിടന്ന് സമ്മതിക്കാത്ത ഒരു ഗതിയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പേപ്പാറയിൽ നിന്നും 5 കിലോമീറ്ററോളം ഉള്ളിലായി താമസിക്കുന്ന ഈ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ ഭീഷണി ഡാമിൽ നിന്ന് തന്നെയാണ്.
പേപ്പാറ ഡാമിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നത് അനുസരിച്ച് നിസ്സഹായരായ ഇവിടുത്തെ ആളുകളുടെ ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നുണ്ട്. 110 ഹെക്ടറിന് മുകളിൽ വരുന്ന സ്ഥലമാണ് മലങ്കാണി വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ പുനഃസ്ഥാപനത്തിനു വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയത്. ഡാമിന്റെ നിർമ്മാണത്തിനു വേണ്ടി സർക്കാർ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ഇവരുടെ ഭൂമി ഇതുവരെയും അളന്നു തിട്ടപ്പെടുത്തിയിട്ടില്ല. സർക്കാർ കണക്കുകൾ പ്രകാരം ആദ്യം അനുവദിച്ച 110 ഹെക്ടറിൽ നിന്ന് കാലക്രമത്തിൽ 60 ഹെക്ടറോളം ഭൂമി വനം വകുപ്പ് തിരിച്ചെടുത്തതായും ഇവർക്ക് പരാതിയുണ്ട്. കാട്ടുപോത്ത് ഇപ്പം ആനയെക്കാരും കൂടിയ ശല്യമായിട്ട് കാട്ടുപോത്ത് നടക്കുകയാണ്. കാട്ടുപോത്ത് ഇപ്പം നമ്മളൊരു പടക്ക വെടി വെച്ചാലും മതി, അവർ പറയും തോക്ക് വെടി വെച്ചാണെന്ന്. അങ്ങനെ ഫോറസ്റ്റുകാരുടെ ശല്യം കൊണ്ട് ആകെ നമ്മൾ പൊടിയാക്കാല സെറ്റിൽമെൻറ്റിൽ ആകെ ഊപ്പാട് വന്ന് കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും സാറന്മാർ മന്ത്രിമാരെ ആരെങ്കിലും നമ്മളെ ഒരു ഉപകാരം, ഒരു കറണ്ടിട്ട് എർത്തിട്ട് തരുവേ അല്ലെങ്കിൽ ആനക്കൊപ്പം വെട്ടി തരുവേ, അതൊന്നും ഈ ഫോറസ്റ്റുകാർ ഒന്നും ചെയ്തില്ല. അവർ പറയണ ആന ഇങ്ങനെ തിന്നോണ്ട് പോട്ട്, അമ്മക്ക് നിങ്ങൾ ഇവിടെ കിടക്കുകയും വേണ്ട, ആന തിന്നോണ്ട് പോട്ട്. നമ്മൾ ഇത്രയും ആദായങ്ങൾ വെച്ച് ഫോറസ്റ്റുകാർ എവിടെയെങ്കിലും നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ട്, പിള്ളേരുണ്ട്, അവരൊക്കെ ഇവിടെ പോയി കിടക്കും. അത് പറ്റൂല എന്ന് ഇങ്ങനെയാണ് നമ്മളെ പൊടിയേക്കാല സെറ്റിൽമെൻറ്റിൽ നമ്മൾ ഇവിടെ തന്നെ കിടക്കും. ഞങ്ങൾ എന്നൊരു വാത്തുവനം ഉണ്ട്. വാത്തുവനം നമുക്ക് ഇത്രയും പിള്ളേരായി, ഇത്രയും സ്ഥലങ്ങളും ആദായങ്ങളുമായി. ഇനി നമ്മളിത് കളഞ്ഞിട്ട് എവിടെ പോകാൻ? അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ പോയി കിടന്ന് ആരെന്ത് തരും? നമ്മളെ തെണ്ടിൽ പോകേണ്ട വരൂല്ലേ. വനം വകുപ്പിന്റെ അധികാര പരിധിയിൽ ജീവിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളെക്കാൾ ഇവർ ഭയക്കുന്നത് നിയമക്കുരുക്കുകൾ സമർത്ഥമായി ഒരുക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ്. ആനയും കാട്ടുപോത്തും നിരന്തരം ശല്യം വിതയ്ക്കുന്ന ഇവിടെയും തൊഴിലില്ലായ്മ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്ന പ്രധാന വിഷയം. കാനന വഴിയിലൂടെ ഇവരുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്രയിൽ മരങ്ങളെ കീഴ്പ്പെടുത്തി നിറഞ്ഞുകിടക്കുന്ന ജലനിരപ്പ് നമ്മളെ ആശങ്കപ്പെടുത്തും. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയരുമ്പോൾ ആശങ്കകളുടെ പൂത്തിരി കത്തിക്കുന്ന നമ്മുടെ അധികാര മേലാളന്മാരുടെ ഒത്താശയോടെ തന്നെയാണ് ഇവിടെയും ജലനിരപ്പ് നിലനിർത്തുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്. വനഭൂമി വെട്ടിത്തെളിച്ച് അല്പാൽപമായി കൃഷിയോഗ്യമാക്കി തീർത്ത തങ്ങളുടെ അധ്വാനം വൃഥാവിലാകുമോ എന്ന ആശങ്ക ഇവിടുത്തെ ഓരോ മനുഷ്യരിലുമുണ്ട്. വനത്തിനുള്ളിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നുണ്ട് കൂടിക്കൂടി വരുന്ന ഡാമിലെ ജലനിരപ്പിന്റെ അളവ്. പേപ്പാറ ഡാമിന്റെ ജലനിരപ്പ് 20 അടി കൂടി ഉയർത്താൻ ചർച്ചകൾ നടക്കുമ്പോൾ ഇനിയൊരു കൂടുമാറ്റത്തിന് ത്രാണിയില്ലാതെ നിൽക്കുകയാണ് ഈ ആദിവാസി സമൂഹം. ഡാമിനു വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടപ്പോൾ സർക്കാർ നൽകിയ ഭൂമിയിലാണ് ഇവർ വീണ്ടും ജീവിതത്തെ വിളയിച്ചെടുത്തത്. സർക്കാർ നൽകിയ ഭൂമിയിൽ സർക്കാർ തന്നെ ജലസമാധി ഒരുക്കുമോ എന്ന ഭയം ഇവരിൽ നിന്ന് വളരെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. അവഗണിക്കപ്പെടുന്നവന്റെ പോരാട്ടത്തിനു പിന്നിലെ ശക്തി അനുഭവങ്ങളുടെ തീക്ഷ്ണതയാണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് എത്ര കാലം വേണ്ടിവരും? കേരളത്തിൽ പുതിയ ചരിത്രം തുടങ്ങുകയായി. ചോറ്റാനിക്കരയിൽ വാഴും പരസ്പരം താങ്ങാകാനും തണലാകാനും നായാടി മുതൽ നമ്പൂതിരി വരെ കൈകോർക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര. നവകേരള നിർമ്മാണത്തിനായി നിങ്ങളും അണിചേരൂ ഞങ്ങളോടൊപ്പം.